ഹലോ, എനിക്ക് ചിലത് പറയാൻ. പ്രശ്നം സന്തോഷ് പണി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മലയാളികൾ അദ്ദേഹത്തെ ഇതിന് മാത്രം വെറുക്കുന്നത്. അത് ഫോൺ വിളിച്ച് ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തിനു വേണ്ടി അതൊക്കെ? അവന്മാർ ഫോൺ വിളിച്ച തായ്വഴി മക്കൾ അമ്മാരുടെ അമ്മാരുടെ സംസ്കാരം അമ്മാർ തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ എന്തുമാത്രം ഭൂമിയുടെ അടിയിലോട്ട് പോകാൻ അതിനെക്കാട്ടി വലുതാണ്. എന്തോ ചെറിയാടാ ഇതൊക്കെ. നിനക്കത്തേക്ക് എന്താ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ? ഇങ്ങനെ തെറിയൊക്കെ വിളിക്കാവും ചെണ്ടികൾ. മലയാളികളുടെ സംസ്കാരം തെളിയിച്ചു അമ്മ. ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രിയിലെ പീപ്പിളാ ഗോഡ്സ് ഓൺ കൺട്രി. അതും ഒരു മനുഷ്യനെ ചീത്ത വിളിക്കാൻ 10-15 പേര്. ചുമ്മാ അല്ലടാ, നീയൊക്കെ ചുമ്മാ അല്ല. 10-40 പേര് ഒരുമിച്ച് ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ റേപ്പ് കൂടുന്നത്. അത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു മനുഷ്യനെ. അല്ല, നിനക്കൊക്കെ എന്തായാലും കടിയാ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുവോ? തിന്നത് വെല്ലിന്റെ ഇടയിൽ കയറിയോ? അത് അതിന്റെ കഴപ്പാണിത്. എന്നാ നീ കാണിക്കണം. നീ ഒരു ആൽബം ഇറക്ക് കുണ്ടവനെ. നീ ഒരു ആൽബം ഇറക്ക്, ഞാൻ കാണാം. ഞാൻ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരെയും കൊണ്ട് ഞാൻ കാണിക്കും. നീ യൂട്യൂബിലിടും. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുവോ? എന്തിന്റെ കഴപ്പാണ് നിനക്കത്? പൂരത്തെറി. ചേട്ടാ, ബോംബെ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അവിടുത്തെ വേശികൾ ഇത്രയും തെറി വിളിക്കുവാടാ. അതേ ഒരു മനുഷ്യനല്ലേടാ വേണ്ടികളെ താന്തയ്ക്ക് വർക്കാതെ നോക്കും. വേറെ ഒത്തിരി ആൾക്കാരുണ്ടാ നമ്മുടെ രാഷ്ട്രീയക്കാര്, കേരളം മുടിപ്പിക്കുന്നവര്. ഞാൻ അവരുടെ നമ്പർ തരാടാ, വിളിക്കടാ തന്തയ്ക്ക് വർക്കാത്തന്മാര്. അല്ലെങ്കിൽ നിന്റെയൊക്കെ തന്തയെ വിളിക്കടാ. നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ആ പിറ്റേൽ ഒഴിച്ച് കളഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു ഡിസൈനെങ്കിലും ആയതിനു വേണ്ടില്ല. തെറി വിളിക്കാൻ മാത്രമാണ് മലയാളി ചെണ്ടി ഉണ്ടമോ? അല്ല, അതേ അവൻ അങ്ങനെ എന്തുവാ നമ്മുടെ രാജ്യം ഇന്ത്യ എന്തോ പാകിസ്ഥാൻ ഒറ്റ കൊടുത്തോ ഇത്രയും തെറി വിളിക്കാൻ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവോ? എന്തിന്റെ കഴപ്പാണ് നിനക്കൊക്കെ? അത് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയാണ് ആയിരന്മാര്. മലയാളികളെ നാണം കെടുത്താനെ കൊണ്ട് ഓരോ പുണ്ടമക്കൾ മലയാളികളുടെ സംസ്കാരം കളയുന്ന ഓരോ കോപ്പൊക്കെ എടുത്ത് യൂട്യൂബിലിട്ട് പുണ്ടമക്കൾ തായവിളികൾ. എന്തോ യോഗ്യത നിനക്കൊക്കെ ഉള്ളത് അവനെ ചീത്ത വിളിക്കാന്? ഒരു പാട്ട് എഴുതുന്നത് എന്ത് പ്രയാസമാണ് നിനക്കൊക്കെ അറിയാവോ? അറിയാമോടാ? നീ ഇതൊരു സ്റ്റുഡിയോ കണ്ടിട്ടുണ്ട്? നീയൊക്കെ ഇതുവരെ ഒരു സ്റ്റുഡിയോ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ? ഒരു പാട്ട് എഴുതുക വെച്ചാൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസമൊന്നും അല്ല അത് എടുക്കുന്നത്. കളിയാക്കാനൊക്കെ എല്ലാവർക്കും ഈസിയാ. അത് എനിക്ക് അറിയാവുന്ന കാര്യമോ? എനിക്ക് വേണമെങ്കിൽ കളിയാക്കാം. ഞാൻ സ്റ്റുഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കളിയാക്കുന്ന ഇഷ്ടമല്ല. നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒരാള് നമ്മൾ ചെയ്ത കാര്യത്തിനെക്കാട്ടി താഴെയാണ് അയാൾ ചെയ്ത കാര്യമെങ്കിൽ നമുക്ക് കളിയാക്കാം. ഇത് നീയൊക്കെ ഒരു പഴം ചെയ്തിട്ടില്ല. നീയൊക്കെ ചുമ്മാ നിന്റെയൊക്കെ തന്തേനും തള്ളേനും ചെലവിൽ താമസിച്ചിട്ട് പെണ്ണുങ്ങളുടെ തുണ്ട് സൈറ്റും കണ്ടുകൊണ്ട് ഇരിക്കുന്നതല്ല നിന്റെയൊക്കെ പണി. നീയൊക്കെ എന്തോ നിന്റെയൊക്കെ ജീവിതം എന്തുവാണ് ഇത്? എന്തിനാ നിങ്ങൾക്ക് ജീവിക്കുന്നത്? ഇങ്ങനത്തെ ജീവിതം കൊണ്ട് നിനക്കൊക്കെ എന്തോ കിട്ടി? പിന്നെ കുറെ മൈരന്മാര് പിന്നെ ഒരു ഗൾഫിൽ അങ്ങോട്ടുള്ള ഒരു തായവിളികൾ ലാപ്ടോപ്പ് അടിച്ചു പൊട്ടിക്കുന്ന കണ്ടു. മൈരെ, ഞാനും ഗൾഫിലാണ് താമസിക്കുന്നത്. എനിക്കറിയാം ആക്സിഡന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കുന്തമുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലാപ്ടോപ്പ് വേണമെങ്കിൽ അടിച്ചു പൊട്ടിച്ചിട്ട് അതുകൊണ്ട് അവിടെ കൊടുത്താൽ മതി. എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയതാണ്. അത് എന്റെ ലാപ്ടോപ്പിന് ഞാൻ എടുത്തിട്ടില്ല. അത് കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അതുപോലെയുള്ള കഴപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാഞ്ഞത്. ലാപ്ടോപ്പ് അടിച്ചു പൊട്ടിയിരിക്കുന്നു. നീയൊക്കെ ഒരു ആൽബം ചെയ്തിട്ട് ഇട്, ഞാൻ കാണാം. ഞാൻ ഈ നാട്ടിൽ ഓടി നടന്ന് ഞാൻ ആൾക്കാരെ കാണിപ്പിക്കാം. പറയന്മാര് യൂട്യൂബിൽ എന്താ യോഗ്യത ഉണ്ട് നിനക്ക് സന്തോഷ് മന്ത്രിനെ കുറ്റം പറയാൻ? അത് നല്ല കഴിവുള്ള മനുഷ്യനെ. നിന്നെയൊക്കെ വിറ്റ് കാശാക്കിയോ? അവനെ കണ്ടുപഠിച്ചു. ഫോൺ വിളിച്ച തായവളികൾ പറഞ്ഞു
തിയേറ്ററിന്റെ അടുത്ത് ചെല്ലല് നാട്ടുകാർ തല്ലിക്കൊല്ലുന്നു. അവൻ ആണുങ്ങളുടെ കൂട്ടി തിയേറ്ററിന്റെ അടുത്ത് തിയേറ്ററിൽ പോയി ഫാൻസിന്റെ മുന്നിൽ. അതാണ് ആണുങ്ങള്. അണ്ടി ഉണ്ടെന്ന് കൊണ്ട് ആണാവത്തില്ല മൈനന്മാര്. അണ്ടി ഉണ്ടെന്ന് കൊണ്ട് ഒരിക്കലും ഒരുത്തനും ആണായിട്ടില്ല. അണ്ടി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ പറയുന്ന കേട്ടു. സന്തോഷ് പണ്ഡിതിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ചീമൊട്ടയേർ കിട്ടിയ ഒരു മനുഷ്യൻ. പറയുന്ന കേട്ടാ തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ടാ കുറെ തെണ്ടികളാ ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ടുള്ളത്. ചീമൊട്ടയല്ലേ എറിഞ്ഞുള്ളൂ. നമ്മുടെ ലാലപ്പൻ എന്താ ഈ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു ലാലപ്പൻ തകർത്ത ഒരു പടം ഉണ്ടല്ലോ, ഏതായിരുന്നത്? എന്തായിരുന്നു പേര്? ദേവാസുരം. ദേവാസുരത്തിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പം ലാലപ്പനെ ഒരു പോലീസുകാരൻ എടുത്തിട്ട് പെരുമാറിയത്. എടുത്തിട്ട് അത് ഞാൻ അറിഞ്ഞത് മുൻഷിക്കകത്ത് പറഞ്ഞത് അടിച്ചതിന്റെ കാര്യം. പിന്നെ നമ്മുടെ മമ്മു തന്നെ ഇവിടെ നമ്മുടെ പാലേരി മാണിക്യം അതിന്റെ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പം ഒരുത്തൻ ആരുടെ ഫാനാണെന്ന് എനിക്കറിയത്തില്ല, ഒരുത്തൻ കല്ല് വലിച്ച് തലക്കെറിഞ്ഞിട്ടുണ്ട്. ഇത്രക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതിന് പോട്ട് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടോ? അമേരിക്കയുടെ ബുഷിന് വരെ ചെരുപ്പേർ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചൊക്കെ നോക്കാൻ ഒരു മുട്ട എറിഞ്ഞതോ ഒരു തക്കാളി എറിഞ്ഞതോ വലിയ കാര്യമാണ്. അതൊക്കെ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മുട്ടയും തക്കാളിയൊക്കെ. അതൊക്കെ വലിയ ഇതാണ്, വലിയ ആനക്കാര്യമാണ് അതൊക്കെ. പനോരമയുടെ ആ കൂതറ ന്യൂസിന്റെ അകത്ത് പിടിച്ച് റേപ്പ് ചെയ്യുന്ന കണ്ടു അദ്ദേഹത്തെ പിടിച്ച്. അവനൊക്കെ എന്താ യോഗ്യതയുണ്ട്? ആ ചാനൽ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഒരു ചാനൽ ഇതുവരെ കേട്ടുപോലും ഇല്ല. കാരണം സന്തോഷ് പണ്ഡിതിനെ കുറിച്ച് അതുപോലെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. അറിയാമോ? അവന്മാർ ചാനലിന്റെ റേറ്റ് കൂട്ടാനെ കൊണ്ട് കുറെ കൂതറകളെ ഹയർ ചെയ്തിട്ട് ആ തെണ്ടികളെ കൊണ്ട് അദ്ദേഹത്തെ റേപ്പ് ചെയ്യുമായിരുന്നു. ഗ്യാങ് റേപ്പ്. എന്താ യോഗ്യത ഉണ്ട് അവനക്ക്? പിന്നെ ഒരു മൈരം പറയുന്ന കേട്ടു അവന് ഫോക്കസ് ഔട്ട് ആണ്. അവനൊന്നുമല്ല കുഴപ്പം, ആ മൂവിക്ക് ഫോക്കസ് ഔട്ട് ആയിപ്പോയി. ആ ഫോക്കസ് ഔട്ട് ആയിപ്പോയി നിന്റെ സെൽഫിലും കൊണ്ടില്ല. അത് എന്റെ യൂട്യൂബിലോട്ട് ഇടാ, ഞാൻ കണ്ടിട്ട് കമന്റ് ഇടാം. നീ ഇട്ട് കാണിക്ക്. നീ ഷോർട്ട് ഫിലിം എടുക്കുന്നത് പബ്ലിക്കിലെ ലേഡീസ് ബാത്റൂമിൽ ഇരുന്നല്ലേ നീ ഷോർട്ട് ഫിലിം എടുക്കുന്നത്. പിന്നെ നിന്റെ ആ ഷോർട്ട് ഫിലിം ക്യാമറ വെച്ചെടുത്താ ഇങ്ങനെ ഫോക്കസ് ഔട്ട് ആകാതിരിക്കുന്നത്. പിന്നെ ഒരുത്തം പറഞ്ഞു സന്തോഷ് പണ്ഡിതിന്റെ തെറി. എന്റെ പൊന്നു അവന്റെ പറച്ചിൽ കേൾക്കണം. എന്റെ പൊന്നു തെറി സഹിക്കത്തില്ല. നിന്റെയൊക്കെ വീഡിയോ അതിന്റെ കോപ്പ് യൂട്യൂബിൽ ഇട്ടിരുന്നു. അതിന്റെ അടിയിൽ കിടന്ന് തെറി നോക്ക്. സന്തോഷ് പണ്ഡിതിന്റെ കിടക്കുന്നതിനെക്കാട്ടി നമ്പർ 1 തെറിയുണ്ട് അതിന്റെ. നമ്പർ 1 തെറിയുണ്ട്. പിന്നെ ബാബുമോന് ഇതുപോലെ മൈദൻ അവൻ എന്തോ യോഗ്യത പറയാൻ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അവൻ ഇതുവരെ എനിക്കറിയാവുന്ന അവൻ എത്ര ഫിലിം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 2 ഫിലിം അവന്റെ അറിയാം, 2ഉം പൊട്ടിയത്. അതെന്ന് വെച്ചാ ഇതുപോലെ തറ രീതി പൊട്ടിയ പടങ്ങളില്ല. അവൻ പിന്നെ പണ്ട് തുണ്ടുപടത്തിൽ അഭിനയിച്ചു. അവന്റെ കരിയർ തുടങ്ങിയത് തന്നെ തുണ്ടുപടം കൊണ്ട്. അങ്ങനത്തെ മൈലിനെ സന്തോഷ് പണ്ഡിതിനെ കുറ്റം പറയുന്നത്. നിനക്കൊക്കെ എന്തോ യോഗ്യത ഉണ്ട് ഈ സന്തോഷ് പണ്ഡിത്? അദ്ദേഹം ചെയ്ത കുറ്റം ഒന്ന് പറഞ്ഞു. എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട്? എന്തോ കുറ്റം ചെയ്തു? നിനക്ക് എന്തോ ചെയ്തു? അങ്ങനെ ഇങ്ങനെ പീഡിപ്പിക്കാൻ എന്തോ ചെയ്തു? നിന്നെയൊക്കെ എന്തോ റേപ്പ് ചെയ്തു? അത് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിന്റെയൊക്കെ ആരെങ്കിലും ഒന്ന് പീഡിപ്പിച്ചു? പീഡിപ്പിച്ചു? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ആരെങ്കിലും നിന്റെയൊക്കെ വീട്ടിൽ കിടക്കുന്ന ആരെങ്കിലും പീഡിപ്പിക്കുകയും ചെയ്തു? എന്തോ അങ്ങനെ ചെയ്ത് ഇതിന് മാത്രം ഇത്രയൊക്കെ തെറി വിളിക്കാനും ഒക്കെ ഉള്ള കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇത് ആദ്യമായിട്ട് അത് കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടാതിരുന്നപ്പോ ഞാൻ അത് മാറ്റി. അല്ലാതെ അവനെ വിളിച്ച് തെറി വിളിക്കുക, അവന്റെ തന്തയ്ക്ക് വിളിക്കുക, തള്ളക്ക് വിളിക്കുക, എന്തോന്നൊക്കെയത്? അവന്റെ ഡയലോഗ് കേൾക്കണം. എന്തോ വൃത്തിയായിട്ട ഡയലോഗാണ്. നീയൊക്കെ ബേസിക് ഉണ്ടായതാണോടാ? നിന്റെയൊക്കെ തന്ത എന്ത് തോന്നി? നിനക്ക് കഴപ്പാണെങ്കിൽ കോഴിയെ പോയി പെടയോട്ടടാ. ഇത്ര കഴപ്പാണെങ്കിൽ എന്തോ തെറിയാണോ നിനക്കൊക്കെ? ദൈവമേ, എന്തോ വൃത്തിയായിട്ട് തെറി. ഇതൊക്കെ ആൾക്കാരെല്ലാം കേൾക്കണം. നിന്റെയൊക്കെ വീട്ടിലെ അഡ്രസ് ഞാൻ അങ്ങോട്ട് വരാം. വന്നിട്ട് നിന്റെയൊക്കെ തന്തയും തള്ള നിൽക്കാന്ന് അത് കേൾപ്പിച്ചു തരാം. നിന്റെയൊക്കെ തന്തയുടെ തള്ളയുടെ മുന്നിൽ വെച്ച്
മോൻ ഇത്രയും വരെ വലുതായിരുന്നു കെട്ടിച്ചു വിടാനുള്ള കഴപ്പ്. എനിക്ക് ഞാനും എന്റെയൊക്കെ വയസ്സ് തന്നെ എനിക്കും. പക്ഷെ ഞാൻ ഇതുപോലുള്ള തറവേലൊന്നും കാണിക്കത്തില്ല. എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല. ഒരാടി നോക്കും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നിന്നെയൊന്നും സൈബർ സെല്ലിലോട്ടൊന്നും പോയില്ല. സിംഗപ്പൂരിൽ നിന്നായാലും നിന്റെ അമ്മയുടെ കൂറിൽ നിന്നായാലും വിളിച്ചാലും എവിടുന്ന് വിളിച്ചാലും പിടിക്കാനൊക്കെ പറ്റും. ഇപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഫോൺ വിളിച്ചിരിക്കും എന്റെയൊക്കെ അമ്മയ്ക്ക്. ഓ ഇവിടെ നിന്റെ തന്തയെ വിളിച്ചു പറ. നിന്റെയൊക്കെ തന്തയെ വിളിച്ചു ചോദിക്കും എന്തോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. മരുന്ന് അത് കാണാതിരിക്കും. ഒന്ന് അവന്റെ അഡ്രസ് ഒന്നാ ഞാൻ ചോദിക്കട്ടെ. നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പിറ്റൽ ഒഴിച്ച് വളർത്തില്ലായിരുന്നു. ഡിസൈനിങ്ങിലോ നീ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് കാണാതിരിക്കുവോ. അല്ല ഇങ്ങനെ തെറി വിളിക്കുകയും ഇത്രയ്ക്ക് അങ്ങ് പീഡിപ്പിക്കേണ്ട കാര്യമൊന്നും. അദ്ദേഹം ഗോവിന്ദസ്വാമി ഒന്നും അല്ലല്ലോ ഇത്രയ്ക്ക് അങ്ങ് പീഡിപ്പിക്കാൻ. അല്ല എത്ര പഞ്ഞ മനുഷ്യരുണ്ടോ കേരളത്തില്. കേരളം മുടിപ്പിക്കുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട്. കേരളം കട്ടുമുടിപ്പിക്കുന്നവര് എത്ര രാഷ്ട്രീയക്കാർ, എത്ര ഗുണ്ടുകളുണ്ടാ. ദിവസം തോറും എത്ര പെണ്ണുങ്ങളെയാടാ പീഡിപ്പിക്കുന്നത് കേരളത്തില്. എന്തൊക്കെ കുറ്റങ്ങൾ നടക്കുന്നുണ്ടോ കേരളത്തില്. ഒത്തിരി കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരി കള്ളന്മാരും കേരളത്തിലുണ്ട്. പശുവിനെ വരെ റേപ്പ് ചെയ്യുന്നവരുണ്ട് കേരളത്തിൽ. അറിയാവോ? പശുവിനെ വരെ, മൃഗങ്ങളെ പോലും വെറുതെ വിടാത്തവർ. അങ്ങനെയുള്ളവനെ ഒന്നും ഒരു തെണ്ടിയും വിളിച്ച് തെറിയും വിളിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നീയൊക്കെ അവന്റെ മുന്നിൽ ചെന്ന് അണ്ടിയും താത്തി വെച്ചിരിക്കും. നിനക്കൊക്കെ പേടിയാ. പേടിച്ച് തൂറി നീയൊക്കെ നടക്കും. എന്നിട്ട് സന്തോഷം വേണ്ടത് അതൊരു അവനെ കണ്ടപ്പോ നീയൊക്കെ വിചാരിച്ച് അത് ഒരു എലി പിടിച്ച് മെലിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ വിചാരിച്ച ഫോൺ വിളിച്ച് തെറി വിളിച്ചാലും ഒന്നുമില്ലെന്ന് വിളിച്ചോളൂ. അങ്ങനെ ഒരു പാവമായിട്ട് നിന്നെയൊക്കെ വെറുതെ വിട്ടല്ലോ. നിനക്കൊക്കെ കഴുപ്പ് കയറിയ മേടിച്ചിരിക്കുന്നു. കഴുപ്പ് കയറാൻ നേരം ഓൺലൈൻ സൈറ്റിലോട്ട് പോകും. അപ്പോ ഈ തൂണ്ട് സൈറ്റിലോട്ടങ്ങ് പോയാൽ മതി. അല്ല അത് നീ ഉടനെ ഫോൺ വിളിച്ചു യൂട്യൂബിലോട്ട് വളർത്തുവല്ലേ ശരിയിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഗോഡ്സ് ഓൺ കൺട്രിയിലെ മാലാഖയ്ക്കുണ്ടായ കുഞ്ഞുങ്ങളാണ്. മാലാഖയ്ക്കുണ്ടായ കുഞ്ഞുങ്ങളുടെ സ്വഭാവം കണ്ടു. ഇവനെയൊക്കെ നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമാണ്. നിന്നെയൊക്കെ ഉണ്ടാക്കിയ തന്തയും തളയും പിടിച്ച് കാരണം അടിച്ചു കൊടുക്കും. അവന്റെയൊക്കെ നിന്റെ തന്തയുടെ അണ്ടി അടിച്ച് മേക്കെ വെച്ചു. അതാ ചെയ്യേണ്ടത്. നിന്നെയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഡിസൈൻ ആക്കിയിരുന്ന ഇതല്ല പിറ്റിലോട്ട് ഒഴിച്ചു. ഓക്കെ, എത്ര എനിക്ക് പറയാനുള്ളൂ.